ഈ ലൈറ്റ് ഇടുന്ന ഇങ്ങനെയുള്ള പ്രാക്ടീസ് ചെയ്യും. രാവിലെ ചെരുപ്പിട്ട് നടന്നതിൽ അല്ല ചെരുപ്പിടില്ല. ആ മൈക്കിലേക്ക് നമ്മൾ നീതി കിട്ടാനല്ലേ കൊണ്ട് വന്നത്. നീതിയല്ല, നികുതി ഷീറ്റ്. അതിവിടെയില്ല, പഠിക്കണ്ട. നീ ഉണ്ട്, അപ്പൊ ഒന്നിച്ചടിച്ചാൽ പറഞ്ഞോളൂ, നമ്മൾ തരാം. നീതി ഷീറ്റാണ് വേണ്ടത്. നീതി ഷീറ്റ് നിങ്ങള് പൈസ അടച്ചു കഴിഞ്ഞാല് നമ്മൾ തരും. ഇങ്ങനെ നമ്മൾ പറഞ്ഞ 10-15 രൂപ നമ്മൾ തരാം. നീ പഠിപ്പ് വേണ്ടത് കൈവശ സർട്ടിഫിക്കറ്റ്. അത് ഇവിടെയല്ല, അത് ആ മേഡത്തിന്റെ അടുത്ത് പറയാം. മോനെന്തെങ്കിലും ഒരു വെപ്പുണ്ടോ? നമ്മളങ്ങനെ പെണ്ണുങ്ങളെ കൈവശം കൊടുത്ത് കൈവശം കൈവശ സർട്ടിഫിക്കറ്റ് കയ്യിലെടുത്ത് ഇവിടെ വെച്ച് പോയി അത് കണ്ടില്ലേ പിന്നെ സൈന്യക്കടഞ്ഞു വരും. നമ്മളങ്ങനെ എന്തായിട്ട് പറയില്ലല്ലോ. അയാൾ പറഞ്ഞതിനെ കൊണ്ട് മാത്രം പറയാം. നമുക്ക് പറയാമല്ലോ നമ്മൾ കൈവശം തരാൻ. നമ്മളിത് തോണ്ടിക്കുത്തിരിക്കുകയാണ്. നമ്മളൊരു കാര്യത്തിന് വന്നാൽ നിങ്ങളെ പണി ഇതാണില്ലേ? എന്താണ് കാക്ക ആവശ്യം പറയൂ. നമുക്കിതൊരു കടലാസ് തരാൻ പറഞ്ഞിരിക്കുന്നു. ഇതൊക്കെ ഒരുപാട് കടലാസ് ഉണ്ടല്ലോ. നോക്കിങ്ങളെ നമുക്കറിയപ്പത് അവിടെ എത്ര പൈസ കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് എത്രയാ വേണ്ടിയേ? ഇത് പൈസ വാങ്ങി ഇരിക്കുന്ന കൗണ്ടറല്ല. നിങ്ങൾക്ക് ഇപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്നത് കൈവശ സർട്ടിഫിക്കറ്റ് ആണ്. അത് തോണ്ടി കളിക്കാമേ. അതിനെത്ര രൂപ വേണ്ടിയ പറഞ്ഞോളൂ. ഇതിന് നിങ്ങൾ ഇവിടെ അപേക്ഷ കൊടുത്തിട്ടുണ്ടോ? നമ്മക്കറിയില്ലേ, നമ്മക്കത് തരാൻ എത്ര രൂപ അങ്ങോട്ട് വരണം. ഇതിന് ഇവിടെ ആദ്യം ഒരു അപേക്ഷ കൊടുക്കണം. എന്നതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് തരാൻ പറ്റുള്ളൂ. നിങ്ങളൊരു കാര്യം ചെയ്യും, ഇതിൻ്റെ അകത്ത് വേറൊരു സർട്ടിഫിക്കറ്റും കൂടെ വാങ്ങണം. അത് നിങ്ങൾ അവിടെ ഇരിക്കുന്ന അയാളുണ്ട്, അയാളെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അയാൾ പറഞ്ഞു എന്ത് ബിസ്ക്കറ്റാ വേണ്ടത്? ബിസ്ക്കറ്റ് വേണോ? ക്വാളിറ്റിയുടെ ബിസ്ക്കറ്റ് വേണോ? നിങ്ങൾ പറഞ്ഞ ബിസ്ക്കറ്റ് നമുക്കറിയില്ല. ബിസ്ക്കറ്റ് അല്ല കാക്ക, ബിസ്ക്കറ്റ് വേണം ഞങ്ങളോട് പറയുന്ന ഞാൻ തന്നെ വാങ്ങി കഴിച്ചോളൂ. നിങ്ങൾ എന്താ പറയുക? ബിസ്ക്കറ്റ് അല്ലേ? കൈവശ സർട്ടിഫിക്കറ്റ് അങ്ങനെ ഒരു കടലാസ് ഉണ്ട്, അത് വാങ്ങാനാണ്. പൈസ ഇപ്പം വേണ്ട, ഇതിന് ആദ്യം ഒരു അപേക്ഷ കൊടുക്കണം. അതാ പുറത്തവിടെ ഇരിക്കുന്നുണ്ട് ഒരാള്, അവരെടുത്ത് പോയാലേ അവരതെന്താ വേണ്ടെന്നുള്ള ഓരോന്ന് രാവിലെ മനുഷ്യന് സൂര്യക്കട അവിടെ ഇരിക്കുന്ന അവരെടുത്ത് കൊടുത്താലേ അവനെന്താ വേണ്ടെന്ന് വെച്ചാൽ പറഞ്ഞു തരും. നല്ല കോഴി, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇവർ അവിടെ ഇവിടെ പോയിരിക്കുന്ന വല്ല കാര്യമുണ്ടോ? നിങ്ങളെ കാര്യം അതാ പുറത്തേക്ക് ആരോടെ നിങ്ങൾ ഇങ്ങനെ വന്നിട്ട് എല്ലാം പറഞ്ഞു തരൂലേ? ഇത് ഇങ്ങനെ വന്നിട്ട് എഴുത്തും വാങ്ങി അറിയുന്ന വേറെ ആരുമില്ലേ? ജീവന വിദ്യാഭ്യാസമുള്ള ആരുമില്ലേ? തുണി എത്ര മക്കളാണ്? തന്റെ പേരുടെ സർട്ടിഫിക്കറ്റ് വേണം. തന്റെ പേര് സർട്ടിഫിക്കറ്റ് തന്നു കഴിഞ്ഞാൽ
അതൊന്നായിട്ട് മാറ്റിയേക്കണ്ട. ഞങ്ങൾ കടലാസ് നോക്കുന്നു. ആ ഇനി നിങ്ങൾക്ക് അടുത്ത കട കുടിക്കണം അതാണ് പോയാൽ നമ്മളെല്ലാം സത്യം പറഞ്ഞിട്ട് മോളെ നമ്മക്ക് ഇത് ഒരൊറ്റ കാണും. പണ്ട് നമ്മൾ അതിന്റെ വീട്ടിൽ പൈസ കൊടുക്കണ്ടേ? മെസ്സേജ് വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾക്ക് ഒരു കടമില്ല. നിങ്ങൾക്ക് എന്താ സംശയം ഉണ്ടോ? ഞാൻ ചോദിച്ചോ സമ്മതിക്കുകയാണെങ്കിൽ ഇത് വെറുപ്പിക്കല്ല മാഷേ. ഏതെങ്കിലും ഒന്ന് ഇരിക്കേ വന്ന് കയറും രാവിലെ തന്നെ മനുഷ്യനെ സൂര്യക്കെ ആ നിങ്ങൾക്ക് കുടിക്കണം സർട്ടിഫിക്കറ്റാ വേണ്ടത്. കുടിക്കണത്തിന്റെ നിങ്ങൾ തന്നെയാണോ എന്നുള്ളത് തെളിയിക്കാനാ കുടിക്കണം. നമ്മളായിട്ടല്ലേ നമ്മൾ ആ കാര്യവും നീതി അപ്പൊ നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടേ ഇതൊക്കെ കൂടെ നോക്കിയിട്ട് ആദ്യം അപ്പൊ ഉറപ്പിരിക്കുന്ന അയാളെടുക്കുന്നത് അപേക്ഷ എഴുതി വാങ്ങണമെന്നില്ല. ചിലപ്പോ നോക്കേണ്ടി വരുമോ കൂടെ കാര്യം ഓന് ചീരാ പൊളിച്ചൊന്നുമില്ല. നിങ്ങൾ നോക്കണ്ട. നിങ്ങൾക്ക് ഇത് കിട്ടണമെന്നില്ല. ലേശം മെനക്കെടുത്ത് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയൂ. ആ ഇത് എടുത്തില്ല എടുക്കുന്ന ആളെടുത്തു നിങ്ങൾക്ക് ഓരോരുത്തർക്ക് ഓരോ ഇരിക്കുന്ന വില നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ അടുത്ത പോകുന്നില്ലല്ലോ. ആ ഇനി നിങ്ങൾക്ക് അടുത്ത വേണ്ട സ്വഭാവ സർട്ടിഫിക്കറ്റാ. നമ്മളെ സ്വഭാവത്തിൽ ഞാൻ എന്തെങ്കിലും വേണ്ടാത്ത പോലെ ഇന്നത്തെ നമ്മള് ഒരു 500 രൂപ തരാം. കാക്ക 500 രൂപയ്ക്ക് ഒരു ഫുള്ള് പോയിപ്പോ കിട്ടില്ല. 500 നമ്മളെ കയ്യെത്തിച്ചതൊക്കെ ചെയ്യാൻ നമുക്ക് പോകണം. നിങ്ങൾ ഈ സർട്ടിഫിക്കറ്റിനും അപേക്ഷ കൊടുക്കണം. സ്വഭാവ സർട്ടിഫിക്കറ്റിന്. ഇനി അത് കഴിഞ്ഞ് നിങ്ങൾക്ക് വേണ്ടത് സ്കെച്ചാ. അത് ആ മേളത്തിന്റെ അടുത്ത് പോയാൽ വേണ്ട ഇറങ്ങോട്ടെ. നിങ്ങൾ പോയില്ലേ? നമ്മളങ്ങനത്തെ ആളില്ല. എന്നാലും നിങ്ങൾ ആവശ്യം എന്താന്ന് പറയും. നിങ്ങൾ എങ്ങനത്തെ ആളാണെന്നുണ്ടല്ലേ ഞാൻ നോക്കുന്നത്. ഇതൊന്ന് സോയിലൊക്കെ പോയാൽ ബാക്കിയുള്ള പണിയെടുക്കേ. ഒന്നും കൂടി പറ്റില്ല. കാക്കാൻ എത്ര മക്കളെന്ന് പറഞ്ഞാൽ നമ്മളങ്ങനത്തെ ആളില്ല. ആ ചെന്നൈയിൽ പറഞ്ഞു വളർത്തുന്ന ആള് അനാവശ്യം പറഞ്ഞല്ലോ. സ്കെച്ചാ മേഡം പറഞ്ഞ വിവരം വിദ്യാഭ്യാസം അല്ലാതെ താടി ഇങ്ങോട്ട് തോന്നോളൂ. അങ്ങോട്ട് നമ്മൾ പ്രായം നോക്കേണ്ടത്. ഒരു സ്കെച്ച് വരയ്ക്കും. ഇങ്ങനെ ഒരു ചിത്രം വരയ്ക്കാൻ കയ്യിലുണ്ടോ വീട്ടില്? കുറച്ച് വിവരം വിദ്യാഭ്യാസമുണ്ടോ? 12ന്റെ കണക്കെന്ന് കേൾക്കണ്ട. എഴുത്ത് വായന അതിന് ഏതെങ്കിലും ഒന്നുണ്ടോ? സ്കെച്ച് വേണം. സ്കെച്ച് അത് വേണം. ഇവരൊക്കെ പഠിച്ചു പോയി മലയാളം പറയാൻ പറ്റില്ല. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഒരു സർട്ടിഫിക്കറ്റിനും കൂടി പറഞ്ഞിട്ടുണ്ട്. മേഡം ചായക്ക് എന്താ വേണ്ടത്? പഴംപൊരി നമ്മളങ്ങോട്ട് പായ അതെ
സ്ഥലം നോക്കാൻ ബിജു വരുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ബിജുവിന്റെ കൂടെ നിങ്ങൾ പോണം കേട്ടോ. ഇത് നടയോ? അത് ബിജുവിനോട് ചോദിച്ചു. അതെ നടയുന്ന കാര്യം നമ്മളതിനെ പോണതല്ലേ. പക്ഷെ ബിജു വാങ്ങൂല. അതാണ് ഉള്ളിൽ കൂടെയാ വാങ്ങുക. ഞാൻ കഴിഞ്ഞ വർഷം പറഞ്ഞു. പൈസ ഉണ്ടാക്കുന്നുണ്ട്. എന്തെങ്കിലും ചോദിച്ചിട്ട് നീ നമുക്ക് എന്തെങ്കിലും സാധനം വേണോ? എന്നോ കാണിച്ചിട്ടല്ലോ. അതൊരു വ്യക്തരായി പോയപ്പോ നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റും കൂടെ വാങ്ങാനുണ്ടല്ലോ. ടാറ്റാ ബാങ്ക് സ്ഥലം ടാറ്റാ ബാങ്കിൽ പെട്ടതാണോ? നമ്മൾ പണ്ടൊരു മഞ്ചത്തിനെ കണ്ടു, ഒരു കുട്ടികളെ കണ്ട് നമ്മൾ ഇന്ന് നാട്ടുകാർ ഓളെ കെട്ടാനും പിടിച്ച് നമ്മൾ അടിച്ചത്. ഓള് പറഞ്ഞ് അയാൾ നമുക്ക് കാറ്റാനുണ്ട്. അതെ ടാറ്റാന്റെ കാര്യമല്ല ചോദിച്ചത്. ആ സ്ഥലം ടാറ്റാ ബാങ്കിൽ പെട്ടതാണോന്ന്, വയൽ പ്രദേശമോ അങ്ങനെ എന്തെങ്കിലും ഉള്ളതാണോ എന്നല്ലാന്ന് ചോദിക്കുന്നത്. അത് ടാറ്റാ ബാങ്ക് അല്ലാണ്ട് ടാറ്റയല്ല. ഞാൻ നിങ്ങളോട് ആദ്യം നമ്മളൊരു കാര്യം ചോദിക്കട്ടെ. നമ്മൾ പലർത്തുന്ന അവിടെയല്ലേ നിങ്ങളെല്ലാം കള്ളാസ് തന്നത്. ഞാനല്ല, എന്റെ മുന്നേ ഇരുന്ന വില്ലേജ് ഓഫീസറാ പറഞ്ഞത്. അയാൾക്ക് വിവരമില്ലേ? അയാൾക്ക് വിവരമൊന്നും ഉണ്ടാവും. നിങ്ങളെപ്പോലെ തന്നെയല്ലേ ഞങ്ങൾ സൈക്കിളിൽ വന്നത്. നിങ്ങൾക്കൊക്കെ വിവരമില്ല. നിങ്ങൾ കുറെ റോഡ് നടക്കുന്നത് റോഡ് നടക്കുന്നത് നിങ്ങൾ അടിക്കാണല്ലോ. അതെ നിങ്ങൾക്ക് ആലോചിച്ച് നോക്ക്. നിങ്ങളോട് ഇതൊരു 3 ഒരാൾ അവിടെ പോയി, ഒരാൾ ഇവിടെ പോയി, മറ്റോൾ അവിടെ പോയി കുത്തിരിക്കുക. നമ്മൾ അവിടെ പോയി ഉറ വെച്ച് ഇങ്ങോട്ട് നടക്കുക. ഇത് എന്ത് പഠിപ്പാണ്? ഇതാര് കണ്ടുപിടിച്ച്? ഇതാര് കണ്ടുപിടിച്ച്? നമുക്കിത് നിങ്ങൾക്ക് എന്തെങ്കിലും വേണം. ഇനി ഞാൻ പറഞ്ഞുതരാം. 1, 2, 3, 4, 5, 6, 7 എട്ടാമത്തെ കടലാസുണ്ടല്ലോ. ഫോൺ നമ്പർ ആ ഫോൺ നമ്പറിൽ നിങ്ങൾ ഇത് മുഴുവൻ കേട്ടൊക്കെ ഈ നമ്പറിൽ നിങ്ങൾ എന്ത് വിളിച്ച് ചോദിക്കണം. ഈ അപേക്ഷകൾ കൊടുക്കുമ്പോൾ ഇത് എന്നാണോ നാളെയും മറ്റന്നാളും ഞങ്ങളിവിടെ ഉണ്ടാവില്ല. ക്രിസ്മസും ന്യൂ ഇയർ ഒക്കെ ആയിട്ട് ഞങ്ങൾ ലീവ് കഴിക്കും. അതുകൊണ്ട് ഇതൊക്കെ അപേക്ഷ ഇവിടെ വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കി ഒരു പറഞ്ഞത് ഇവിടെ വരണോ അല്ലെങ്കിൽ അക്ഷയയിൽ പോകണമെന്നല്ല. നിങ്ങൾ അക്ഷയ പോകുന്നത് തന്നെയാണ് നല്ലത്. നിങ്ങൾ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാൻ നിങ്ങൾ പറയും നമ്മൾ ജീവിച്ചിരിക്കുന്നു. നിങ്ങളോട് പറയണ്ടേ? നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നുള്ളതിന്റെ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. നമ്മളെ കാണാതെ നമ്മൾ ജീവിച്ചിരിക്കല്ലേ? ഇത് എന്ത് ചോദ്യമാണ്? രണ്ടാം മോനിക്ക് പറഞ്ഞേ അതൊക്കെ എന്താ